ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതൊരു സീരീസ് ആയിട്ട് ചെയ്യാനാണ് പോകുന്നത്. ഒരു സീരീസ് പോലെ തന്നെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2017 നടന്ന LDCയുടെ ട്രാൻസ്ഫറിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡായ 90/2017 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം: താപനിലയുടെ SI യൂണിറ്റ് എന്ത്? ആൻസർ ഓപ്ഷൻ ബി കെൽവിൻ. കെൽവിൻ ആണ് താപനിലയുടെ SI യൂണിറ്റ്. നിങ്ങൾ ഈ യൂണിറ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. പവർ, അതേപോലെ തന്നെ അങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങളില്ലേ, അതിന്റെ ഒക്കെ യൂണിറ്റുകൾ പഠിച്ചു വെച്ചോളൂ. ഇത് താപനിലയുടെ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കെൽവിൻ ആണ്. 32ാമത്തെ ചോദ്യം: പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അപവർത്തനമാണ്. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ അപവർത്തനമാണ്. ഇനി 33: വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എത്ര എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ഡി 17 മീറ്ററിൽ കൂടുതലായിരിക്കണം. 17 മീറ്ററിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിൽ ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എന്ന് പറയുന്നത് 17 മീറ്ററിൽ കൂടുതലായിരിക്കണം. ഇനി 34ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ റയോൺ ആണ്. റയോൺ ആണ് കൃത്രിമ സിൽക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി 35: ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ്? ആൻസർ ഓപ്ഷൻ ഡി കാൽസ്യത്തിന്റെ ധാതുവാണ് ജിപ്സം. 36: ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ത്? ആൻസർ ഓപ്ഷൻ ബി യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്ന പ്രതിഭാസമാണ് ജനറേറ്ററിൽ നടക്കുന്നത്. 37: ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം? ആൻസർ ഓപ്ഷൻ സി ന്യൂട്രോണിന്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഐസോടോപ്പ് ഉണ്ടാവാൻ കാരണം. ഐസോടോപ്പ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഐസോബാറും പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർ അത് പോയി കാണുക. ഇനി 38ാമത്തെ: കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫ് ആക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ചലനജഡത്വമാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫ് ആക്കിയാലും അല്പസമയം കൂടി കറങ്ങാൻ കാരണം ചലനജഡത്വമാണ്. 39: ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഓക്സിജൻ ആണ്. എന്നാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. എന്നാൽ അന്തരീക്ഷ വായുവിൽ ഏതാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. അപ്പോൾ മൂന്നും ശ്രദ്ധിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പ്രപഞ്ചത്തിലാണെങ്കിൽ ഹൈഡ്രജൻ, ഭൂമിയുടെ ഉപരിതലത്തിലാണെങ്കിൽ ഓക്സിജൻ, അന്തരീക്ഷത്തിലാണെങ്കിൽ നൈട്രജൻ. 40: ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഹൈഡ്രജൻ ആണ്. ഏറ്റവും ഉയർന്ന കലോറിക് മൂല്യമുള്ള ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. ഇനി 41ാമത്തെ: ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റളിക് പ്രഷർ എത്ര എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി 120 mm/Hg ആണ് ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇനി 42: ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്. 43: ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണം എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി പശ്ചിമഘട്ടമാണ്. ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ടമാണ്. ഇത് നമുക്ക് സയൻസിൽ വരുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ സയൻസിലെ അല്ല എന്ന് കരുതരുത്. ഇത് നമുക്ക് സയൻസിൽ വരുന്നതാണ്. ഈ വരുന്ന പ്രിലിംസിന് വരുന്നതാണ്. വനങ്ങളും വനവിഭവങ്ങളും എന്നൊരു വിഭാഗമുണ്ട്. അതിൽ വരുന്നൊരു കാര്യം കൂടിയാണിത്. അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിക്കുക. 44: ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമലുറാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു? ആൻസർ ഓപ്ഷൻ എ 1 മില്ലി ആണ്. 1 മില്ലി ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു എന്ന് ചോദിച്ചാൽ 1 മില്ലി ആണ്. ഇനി 45: കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ സി പന്നിയൂര്. നമ്മൾ
നെല്ലിന്റെ ഗവേഷണ കേന്ദ്രം പഠിച്ചിരുന്നു മാങ്കൊമ്പാണെന്നുള്ളത്. കഴിഞ്ഞ ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി 46 ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാം, കാരണം ഈ കൊറോണയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയാണിത്. 46 എബോളയുടെ രോഗകാരി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈറസ് ആണ്. വൈറസ് ആണ് എബോളയുടെ രോഗകാരി എന്ന് പറയുന്നത്, വൈറസ് ആണ്. കൊറോണയുടെ രോഗകാരി ഏതാണെന്ന് ചോദിച്ചാൽ അതും വൈറസ് ആണ്. ഇനി 47 വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി, മലബാർ വെരുകാണ്. ബാക്കിയുള്ളതൊക്കെ നേരിട്ട് കഴിഞ്ഞതാണ്. ഇപ്പോൾ നേരിടുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ മലബാർ വെരുകാണ്. 48 പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം ഏതാണ്? പല്ലിൽ കാണുന്ന ഒരു നിർജീവമായ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി, ഇനാമലാണ്. ഇനാമലാണ് പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം എന്ന് പറയുന്നത്. 49 ഏത് ജീവകത്തിന്റെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ? ആൻസർ ഓപ്ഷൻ എ, ജീവകൻ ഡി. ഇത് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ചിരുന്നു. ജീവകൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇതിൽ ചോദിച്ചിരിക്കുന്ന ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ? ജീവകൻ ഡി. ഇത് തിരിച്ചും ചോദിച്ചിട്ടുണ്ട്, ജീവകൻ ഡി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്നുള്ളത്. ഇനി 50 ഡോട്സ് ചികിത്സാ സംവിധാനം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് രോഗവുമായിട്ടാണ്? ആൻസർ ഓപ്ഷൻ ഡി, ക്ഷയം. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാ സംവിധാനമാണ് ഡോട്സ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.